സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 123 1, 2 തിരുവചനങ്ങൾ. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്കും അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 123 സങ്കീർത്തനം 1, 2 തിരുവചനങ്ങളിൽ ഒരു സങ്കീർത്തനക്കാരൻ്റെ ദൈവാശ്രയമാണ് നാം കാണുന്നത്. ഈ സങ്കീർത്തനക്കാരൻ തൻ്റെ കണ്ണ് ദൈവത്തിങ്കലേക്ക്, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിങ്കലേക്ക് തന്നെ ഉയർത്തുകയാണ്. പലപ്പോഴും മനുഷ്യർ കണ്ണുയർത്തുന്ന പല മേഖലകളുണ്ട്. ചിലർ വസ്തുവകകളിലേക്ക്, ചിലർ അവരുടെ ഭൂസമ്പത്തിലേക്ക്, മറ്റു ചിലർ അവർ ആഗ്രഹിക്കുന്ന സ്വർണം, വെള്ളി തുടങ്ങി മറ്റു ചില വിലപിടിപ്പുള്ള രത്നങ്ങളിൽ, മുത്തുകളിൽ. ഇനി വേറെ ചിലർ രൂപയിൽ അഥവാ സമ്പത്തിൽ, മറ്റു ചിലർ അവരുടെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വലിയ അധികാരത്തിലുണ്ടെങ്കിൽ അവരുടെ മേൽ. ഇങ്ങനെ മനുഷ്യർ തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി, അതുപോലെ സഹായത്തിനായി കണ്ണുയർത്തുന്ന പല തലങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ഒരു സങ്കീർത്തനക്കാരൻ ഈ ഭൗമികമായ വിഷയങ്ങളിൽ അഥവാ മനുഷ്യരിൽ, ഭൗതിക വിഭവങ്ങളിൽ തൻ്റെ കണ്ണുയർത്താതെ നേരെ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവസന്നിധിയിലേക്ക് തൻ്റെ കണ്ണുയർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു ദാസൻ അഥവാ ഒരു ജോലിക്കാരൻ, ഒരു തൊഴിലാളി തൻ്റെ മുതലാളിയുടെ മേൽ, യജമാനൻ്റെ മേൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നോക്കുന്നത് പോലെ ഞങ്ങളുടെ കണ്ണ് അഥവാ എൻ്റെ കണ്ണ് ദൃശ്യവും അദൃശ്യവുമായ സകല ചരാചരങ്ങളെയും ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത് പറയുവാനുള്ള കാരണം എന്തായിരിക്കാം? ഭൗതികമായ വിഷയങ്ങൾ, നേരത്തെ നാം ചിന്തിച്ച ഭൗതിക വിഭവങ്ങൾ, അത് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുകയില്ലയോ? ഒരിക്കലുമില്ല. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഭൗതികമായി എന്തെല്ലാം ഉണ്ടെങ്കിലും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഴമായ ഒരു ശൂന്യത രൂപപ്പെട്ടിരിക്കും. ആ ശൂന്യത നികത്തുവാനായിട്ട് സമ്പത്തിനോ ഭൗതികമായ വിഭവങ്ങൾക്കോ മറ്റു യാതൊന്നിനും സാധ്യമല്ല. മനുഷ്യർക്കോ മറ്റു ഈ ലോകസംബന്ധമായ യാതൊരു വിഷയങ്ങൾക്കും സാധ്യമല്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഴമായ ശൂന്യത നികത്തുവാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, ആ ദൈവസാന്നിധ്യം സ്വീകരിക്കുമ്പോൾ
ആ ദൈവവചനം സ്വീകരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുമ്പോൾ, ആ ദൈവശബ്ദം സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ ശൂന്യത മാറ്റുവാനായിട്ട് സാധിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിങ്കലേക്ക് തൻ്റെ കണ്ണുകളെ ഉയർത്തുവാൻ ഒരു കാരണം കൂടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണമെന്നാണ്. അതെ, അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വം അദ്ദേഹം ഗ്രഹിച്ചിരിക്കുന്നു. അഥവാ ദൈവത്തിൻ്റെ കൃപയുടെ മൂല്യം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ കൃപ എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. നമുക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ദൈവാശ്രയവും ദൈവകൃപയുമാണ് അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നത്. നമുക്കും ദൈവത്തോട് ഈ നന്മകൾ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ.